ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആതിര. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡിന്നർ കുക്കിംഗ് സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോഴാദ്യം നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണും കുഞ്ഞു സ്പൂണ് 1/2 ടീസ്പൂണ് മഞ്ഞൾ, പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ അരച്ചത്, പിന്നെ ഒരു നുള്ള് ഉലുവ പൊടിച്ചല്ല അല്ലാതെ ഉള്ളതാണ്. പിന്നെ ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ നീര് എടുത്തേക്കുന്നത് കേട്ടോ, പുളി എടുത്തില്ല. ഓക്കെ, നമ്മൾ മീൻ കറി വെക്കാൻ പോവുക കേട്ടോ. ചട്ടിയെടുപ്പത്ത് വെച്ച് മൺചട്ടിയിലാണ് വെക്കുന്നത്. എണ്ണ ഒഴിച്ച് കടുകിട്ട്, നമ്മുടെ കുക്കിനെ കണ്ട കുക്ക് ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ പോവാണ് കേട്ടോ. കറിവേപ്പില, കുരുമുളക് പൊടി, ആവശ്യത്തിന് പുളിക്ക് നാരങ്ങാ നീര്, വെള്ളം ഒഴിച്ച് നമ്മൾ മീനിടാൻ പോവാട്ടോ. അരപ്പ് റെഡി ആയിട്ടുണ്ട്. വെക്കാം മീൻകറി. നമ്മൾ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ മീൻ വറുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത്, പിന്നെ 1/2 ടീസ്പൂണ് നാരങ്ങ നീരോട് ഒഴിക്കും. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കാണിക്കാം. ചെറിയ ടീസ്പൂണാണ് കേട്ടോ, എല്ലായിടത്തേക്കും ചെറിയ 1/2 ടീസ്പൂണ്. അപ്പോൾ നമ്മൾ അരപ്പ് വരട്ടിയിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ വറുക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കേട്ടോ. നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. മീൻ വറുത്തത് തിരിച്ചിടാൻ പോവാണ് കേട്ടോ. മീൻ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്, നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ടി പോവാണ് കേട്ടോ. അപ്പോഴാണ് പുഴുങ്ങാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. ഇപ്പോൾ നമ്മുടെ ചീനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിലോട്ട് മാറ്റാമല്ല. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയെന്നു വെച്ചാൽ ചീനി പുഴുങ്ങിയതും ചാളക്കറിയാണ് കേട്ടോ. നമ്മൾ കുരുമുളകൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുത്ത ചാളക്കറി കേട്ടോ. ചട്ടിക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആവി പറക്കുന്നതാണ് കേട്ടോ. പിന്നെ തൈരും കാന്താരിയും കൂടെ മിക്സ് ചെയ്ത ഒരു ചട്നി പോലെ ഉണ്ടാക്കി. പിന്നെ ഫിഷ് ഫ്രൈ.